ക്രെഡിറ്റ് കാർഡ് ട്രാപ്പിന്റെ ഒരു ലൈഫ് എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു സുഹൃത്ത് കോവിഡ് കാലത്ത് 2020 അദ്ദേഹത്തിന്റെ ക്രെഡിറ്റ് കാർഡിന്റെ ബാലൻസ് 5 ലക്ഷമായിരുന്നു. കോവിഡ് ആയതുകൊണ്ട് ജോലിയിൽ ചില പ്രശ്നങ്ങൾ വന്നതോടെ ഡ്യൂ ഡേറ്റ് മിസ് ചെയ്യുന്നത് പതിവായി. ഓരോ ബിൽ സൈക്കിൾ കഴിയുമ്പോഴും അവൻ ഓവർ ലിമിറ്റായി. ഒരിക്കലും റീസ്ട്രക്ചറിങ്ങും ചോദിച്ചില്ല. മിനിമം ഡ്യൂ അടച്ചാൽ മതിയല്ലോ എന്ന് കരുതി തുടർന്നു. എല്ലാ മാസവും ക്രെഡിറ്റ് കാർഡിലേക്ക് അവൻ 25,000 രൂപ വെച്ച് അടയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആകെ അടച്ച തുക 15 ലക്ഷം. എന്നാൽ ഇന്നും അവന്റെ ക്രെഡിറ്റ് കാർഡിന്റെ ബാലൻസ് നിൽക്കുന്നത് എത്രയാണെന്നറിയോ? 4.75 ലാക്സ്, അതായത് 4.25 ലക്ഷം രൂപ. അടച്ചതെല്ലാം പലിശയായിട്ടും ചാർജ് ആയിട്ടും പോയി. ഇതാണ് ക്രെഡിറ്റ് കാർഡിന്റെ ഹൈ ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ മിനിമം ഡ്യൂവും ചേർന്നുണ്ടാക്കുന്ന യഥാർത്ഥ കുടുക്ക്. ക്രെഡിറ്റ് കാർഡ് ക്യാഷ് ഇക്വലന്റ് ആണ്, എന്നാൽ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഒരു ഉഗ്രൻ ഊരാ കുടുക്കാണ്.